അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ പ്രയത്നിച്ചു. എന്ന ലക്ഷ്യം ഓസോൺ സംരക്ഷണമാണ്. ഈ സെപ്റ്റംബർ 16 ഓസോൺ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജിൻസി ടീച്ചറുടെ ആശംസയാണ് അടുത്തത്, നമുക്കത് കേൾക്കണ്ടേ. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി നാം ആചരിക്കുകയാണല്ലോ. ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ഭൂമിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു വാതക കുടയാണ് ഓസോൺ പാളി. ഓസോൺ പാളിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഓസോൺ പാളിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് നമ്മുടെ ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഓസോൺ ദിന സന്ദേശം സമൂഹത്തിന് പകർന്നു നൽകാനായി പരിശ്രമിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അതിന് നേതൃത്വം നൽകിയ എല്ലാ അധ്യാപകർക്കും അനുമോദനങ്ങൾ നേരുന്നതിനോടൊപ്പം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഓസോൺ പാളിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കവിത നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? എന്നാൽ കവിത രചിച്ചിരിക്കുന്നതും ആലപിക്കുന്നതും നമ്മുടെ സ്കൂളിലെ അധ്യാപിക തന്നെ ആയാലോ? അതെ, മേരിപ്രിയ ടീച്ചറുടെ കവിത നമുക്ക് കേൾക്കാം. ഓസോൺ ഭൂമിയുടെ രക്ഷാകവചം. ഹരിതാഭയേറുന്ന മഹിതന്റെ മാറിൽ പാർക്കുന്ന മനുജനെ കാക്കുന്ന കവചം ഓസോൺ. ഭൂമിയുടെ രക്ഷാകവചം ഓസോൺ. ഭൂമിയുടെ രക്ഷാകവചം. ജീവന്റെ സ്രോതസ്സാമരുണ കിരണങ്ങൾ പേരിടും യുവീതൻ ദോഷങ്ങളേതും സ്വാശീകരിക്കുന്ന കവചം ഓസോൺ. ഭൂമിയുടെ രക്ഷാകവചം ഓസോൺ. ഭൂമിയുടെ രക്ഷാകവചം. അന്തരീക്ഷത്തിലെ വാതകപ്പാളി അമ്മയാം ധരണിതൻ ജീവനുനിദാനം ഓസോൺ. ഭൂമിയുടെ രക്ഷാകവചം ഓസോൺ. ഭൂമിയുടെ രക്ഷാകവചം. വ്യവസായശാലകൾ രാസവസ്തുക്കൾ സമ്മാനമായി പാളിയിലെ വിള്ളൽ ഓസോൺ. ഭൂമിയുടെ രക്ഷാകവചം ഓസോൺ. ഭൂമിയുടെ രക്ഷാകവചം. കാത്തിടാം ഭൂമിയെ എന്നേക്കുമായി നുകരത്തെ ഹരിതാഭ തലമുറകൾ തോറും ഓസോൺ. ഭൂമിയുടെ രക്ഷാകവചം ഓസോൺ. ഭൂമിയുടെ രക്ഷാകവചം. താങ്ക് യു. നമ്മുടെ കൂട്ടുകാർ ATBയിലെ ഫിദ സാദിഖ് അലി, ATAയിലെ തഫീദ് മുബാറക്, ATJയിലെ ഹരിക്കുട്ടൻ, ATFയിലെ ദേവനന്ദന അശ്വിൻ എന്നിവർ ഓസോണിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്താണ് ഓസോൺ? ഓസോണിന്റെ നിറം എന്ത്? അന്തരീക്ഷ വായുവിൽ കുതിച്ചുയരുന്ന ഒരു ജെറ്റ് ഓസോൺ പാളിയിൽ വിള്ളൽ വരുത്തുമോ? ഓസോൺ പാളിയിൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുമോ? എന്നീ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ആരാണെന്നറിയാമോ? നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ജൂനിയർ സയന്റിസ്റ്റുമായ VF ബിജു സാറാണ്. സാറിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. നമസ്കാരം. ബഹുമാനപ്പെട്ട ആംഗ്ലൂർ സെന്റ് തോമസ് ഹൈസ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീ ജോൺ സർ, മറ്റ് അധ്യാപകർ, അനധ്യാപകർ, രക്ഷാകർത്താക്കളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ ബിജു, ആംഗ്ലൂർ സെന്റ് തോമസ് ഹൈസ്കൂളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. 93-98 കാലഘട്ടത്തിൽ അവിടെ പഠിച്ചിരുന്നതാണ്. 98 SSLC ബാച്ച്. അതിനുശേഷം സെന്റ് തോമസ് കോളേജിൽ നിന്ന്, തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ഡിഗ്രി കെമിസ്ട്രിയിലായിരുന്നു. പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc കഴിഞ്ഞ് 5 വർഷം ബാംഗ്ലൂരിൽ ബയോകോൺ എന്ന സ്ഥാപനത്തിൽ, ഫാർമ കമ്പനിയിലെ ഡ്രഗ് ഡിസ്കവറി ഡിപ്പാർട്ട്മെൻറ്റിലെ സയൻറ്റിസ്റ്റായിരുന്നു. ഇപ്പോൾ
എറണാകുളത്ത് കളമശ്ശേരിയിലുള്ള TMV ആരോമാറ്റിക്സ് എന്ന സ്ഥാപനത്തിലെ റിസർച്ച് വിഭാഗം മേധാവിയും സയൻറ്റിസ്റ്റുമായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ ഇങ്ങനൊരു ടോക്കിൻ്റെ കാര്യം നമ്മൾ സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. എന്താണ് ഓസോൺ, എന്തുകൊണ്ട് ഇങ്ങനൊരു ദിനം, അതിൻ്റെ പ്രാധാന്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഓസോൺ ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 16 ഇപ്പോൾ ഈ 2020 നമ്മളത് 35ാമത്തെ വർഷമാണ് ഇങ്ങനെ ആചരിക്കുന്നത്. അപ്പോൾ ഓസോൺ എന്ന് പറയുന്നത് നമ്മൾ ഓക്സിജൻ എന്ന തന്മാത്രയുടെ ഒരു അലോട്രോപ്പാണ്. ഓക്സിജൻ എന്ന് പറയുന്നത് O2, ഓക്സിജൻ ആറ്റം, 2 ഓക്സിജൻ ആറ്റം കൂടുന്നതാണ് ഓക്സിജൻ തന്മാത്ര, നമ്മൾ പറയുന്ന വാതകം, ഓക്സിജൻ വാതകം. അതിൽ ഒരു ഓക്സിജൻ O3 എന്ന രൂപത്തിലുള്ളതാണ് ഓസോൺ എന്ന് പറയുന്നത്. ട്രൈ ഓക്സിജൻ എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. ഓസോൺ എന്നും പറയാം, ട്രൈ ഓക്സിജൻ എന്നും പറയാം. അതൊരു നീല നിറത്തിലുള്ള ഗ്യാസാണ്. നമ്മുടെ ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായത് ഈ ഓസോണാണ്. ഓസോണിൻ്റെ ആധിക്യമാണ് അവിടെ ആ നീല നിറം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കരുതുന്ന പോലെ ഓസോൺ എന്ന് പറയുന്നത് ഒരു പാളി, ഇങ്ങനെ ഒരു കോൺക്രീറ്റ് പാളി പോലെ അല്ലെങ്കിൽ ഒരു തുണി കെട്ടിയ പോലെ അവിടെ നിൽക്കുന്നില്ല. അത് ഇപ്പോൾ നമ്മുടെ ഇവിടെ വായു ഉണ്ട്, നൈട്രജൻ, ഓക്സിജൻ തുടങ്ങി കുറേ ഘടകങ്ങൾ ആ വായുവിലുണ്ട്. പക്ഷെ നമുക്കൊന്നും കാണുന്നില്ല. നമ്മൾ മുകളിലേക്ക് പോകുന്തോറും ആ വായുവിൻ്റെ കോൺസെൻട്രേഷൻ മാറും, നൈട്രജൻ്റെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരാം, പിന്നെ മറ്റ് വാതകങ്ങൾ കൂടിക്കൂടി വരാം. അങ്ങനെ 15 മുതൽ 40 കിലോമീറ്റർ വരെ ഹൈറ്റിലെത്തുമ്പോൾ ആ ഏരിയയിൽ കൂടുതൽ അളവിലുള്ള വാതകമാണ് ഈ ഓസോൺ. നമ്മുടെ സമുദ്ര പ്രതലത്തിൽ, അതായത് നമ്മൾ നിൽക്കുന്ന ഈ ഏരിയയിലൊക്കെ ഇതിൻ്റെ അളവ് പറയുന്നത് 0.05 ppm വരെയാണ് ഓസോണിൻ്റെ അളവ്. ppm എന്ന് പറയുന്നത് പാർട്സ് പെർ മില്യൺ, അതായത് 10 ലക്ഷം എടുത്താൽ, 10 ലക്ഷം പാർട്ടിക്കിൾ എടുത്താൽ അല്ലെങ്കിൽ 10 ലക്ഷം പദാർത്ഥം എടുത്താൽ അതിൽ 0.05 എണ്ണം ഓസോൺ ഉണ്ടാവും. അത്രയേ ഉള്ളൂ, വളരെ കുറഞ്ഞ അളവാണ്, നമുക്ക് ഊഹിക്കാവുന്നതിലും കുറഞ്ഞ അളവാണ്. അതേ സാധനം നമ്മൾ ഈ പറഞ്ഞ ദൂരത്തേക്ക്, ഓസോൺ ലെയർ എന്ന് പറയപ്പെടുന്ന ആ മേഖല 15 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ ഹൈറ്റുള്ള ആ മേഖലയിൽ ചെന്നാൽ ഇതിൻ്റെ അളവ് 8 മുതൽ 10 ppm വരെ ഉണ്ടാവും, അതായത് കൂടും അളവ്. അപ്പോൾ അവിടെ കൂടുതലും കാണുന്നത് ഈ ഓസോണാണ്. മറ്റു വാതകങ്ങളും ഉണ്ടാവാം, ഓക്സിജനും നൈട്രജനും അതൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഇതിൻ്റെ അളവ് വളരെ കൂടിയ അളവിൽ കാണും. ആ ഭാഗമാണ് നമ്മൾ നീല നിറത്തിൽ താഴെ നിന്ന് കാണുന്നത്. പിന്നെ ഇതിൻ്റെ കണ്ടെത്തൽ നടന്നിരിക്കുന്ന 1913 ചാൾസ് ഫെബ്രി, പിന്നെ ഹെൻറി ബ്യൂസോൺ തുടങ്ങിയ 2 സയന്റിസ്റ്റുകൾ കൂടിയാണ് അത് കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിക്കാനിടയായതും ഒരു രസകരമായ കാര്യമാണ്. അതായത് സൂര്യനിൽ നിന്ന് നമുക്കറിയാം കുറേ റേഡിയേഷൻസ് വരുന്നുണ്ട്. നമ്മുടെ വർണ്ണപ്രപഞ്ചം എന്ന് പറയുന്ന വിസിബിൾ ലൈറ്റ്, പിന്നെ നമുക്ക് കാണാൻ കഴിയാത്ത അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് തുടങ്ങി കുറേ റേഡിയേഷൻസ് ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീപ്പിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ ലൈറ്റിൽ ചില റേഡിയേഷൻ, അൾട്രാ വയലറ്റിലെ ചില ഭാഗങ്ങൾ ഭൂമിയിലെത്താത്തതായിട്ട് ഇവർ മനസ്സിലാക്കി. അപ്പം അത് എന്തുകൊണ്ട് അവിടെ സംഭവിച്ച് എവിടെ മിസ്സാവുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വന്ന് അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ പർട്ടിക്കുലർ ഏരിയയിൽ ഉള്ളൊരു ഗ്യാസ് ഇതിനെ വലിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഓസോണിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസും മറ്റ് ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതൊക്കെ സ്റ്റഡി ചെയ്തത് ഡോബ്സൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്തുകയും അത് നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ എത്ര അളവും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാനുള്ള ഒരു ഉപകരണം, സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയും, അത് അദ്ദേഹം കണ്ടുപിടിച്ചു. എന്നിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇതിന് ആ യൂണിറ്റിന് പറയുന്നത് ഡോബ്സൺ യൂണിറ്റ് എന്നാണ്, ഡോബ്സൺ മീറ്റർ എന്നാണ് അതിനെ പറയുക. അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രാധാന്യം, ഓസോണിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് വരുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ സെല്ലുകളിൽ, കോശങ്ങളിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അത് നശിപ്പിക്കും, കോശങ്ങൾക്ക് കേടുകൾ വരുത്താം, പിന്നെ അത് ക്യാൻസർ ഉണ്ടാക്കാം, സ്കിൻ ക്യാൻസറിനൊക്കെ കാരണമാക്കുന്ന ഒരു വലിയ ദോഷം ചെയ്യുന്ന റേഡിയേഷനാണ് അൾട്രാ വയലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭൂമിയിലേക്ക് വരാതെ നോക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. 97 മുതൽ 99% വരെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള അൾട്രാ വയലറ്റിന്, അതായത് 200 മുതൽ 315 നാനോമീറ്ററാണ്. ആ ഫ്രീക്വൻസിയിലുള്ള അൾട്രാ വയലറ്റിനെ
97 മുതൽ 99% വരെ ഈ ഓസോൺ വലിച്ചെടുക്കുക. അതാണ് ഓസോണിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോൾ ഈ ഓസോൺ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ അൾട്രാവയലറ്റ് മുഴുവൻ ഭൂമിയിലേക്ക് വരികയും ഇവിടെ ക്യാൻസർ രോഗികളുടെ എണ്ണവും ഒക്കെ വളരെ കൂടുതലായാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അൾട്രാവയലറ്റ്. അപ്പം അത് നിർത്താനായിട്ട് അതിന് തടയിടാനായിട്ടാണ് ഓസോൺ നമുക്ക് ഗുണം ചെയ്യുന്നത്. അതാണ് ഓസോണിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോൾ 1976 ആദ്യമായിട്ട് ഈ ഓസോണിന്റെ ഉള്ള ഷീൽഡ് പോലെ നിൽക്കുന്ന ഭാഗത്തിൽ ചില വിള്ളലുകളുണ്ടെന്ന് കണ്ടെത്തുന്നത്. അപ്പം അത് എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ എന്നൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് CFCs എന്ന് പറയും, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, പിന്നെ അതിന്റെ തന്നെ ക്ലോറോ അല്ലാതെ പിന്നെ ബ്രോമോ കോമ്പൗണ്ടുകൾ, പിന്നെ ഈ നൈട്രജൻ, പിന്നെ ചില കാറ്റലിസ്റ്റ് ഉൾപ്രേരകം എന്ന് പറയും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഭൂമിയിൽ വ്യവസായശാലകളൊക്കെ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. വാഹനങ്ങൾ പെരുപ്പങ്ങളുണ്ട്. ഇതൊക്കെ പുറന്തള്ളുന്ന പുകയിൽ നിന്നാണ് ഇതൊക്കെ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഏറ്റവും പ്രധാന കാരണക്കാരനായ CFC അല്ലെങ്കിൽ ക്ലോറോഫ്ലൂറോ കാർബൺ വരുന്നത് AC, ഫ്രിഡ്ജ് തുടങ്ങിയതിൽ ഉപയോഗിക്കുന്ന ഒരു കൂളന്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെയാണ് കൂടുതലും ഈ സാധനം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉൽപാദനം കുറച്ചാലേ ഈ വിള്ളൽ നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അത് അന്ന് മുതൽ ആണ് നമ്മൾ ഇതിൽ ശ്രദ്ധ ചെലുത്തി തുടങ്ങിയതും. അതിന്റെ ഭാഗമായിട്ട് 80കളിലാണ് ഇത് ഇനി തുടർന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ള കൺസെപ്റ്റിൽ ഇതിനെ തടയിടാനായിട്ട് ഇതിന്റെ ഉൽപാദനം കുറയ്ക്കുകയും പിന്നെ വാഹന പുക പരിശോധനയും മറ്റുമൊക്കെ കർശനമാക്കുക, വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്നതിലും നിബന്ധനകൾ വരുത്തുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു 2010 ശേഷം, അതായത് കുറച്ചുകൂടി ക്ലിയറായി പറഞ്ഞാൽ 16 മുതൽ പറയണമെങ്കിൽ ആ വിള്ളല് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊറോണയുടെ ഭാഗമായിട്ടുള്ള ലോക്ക്ഡൌണിന്റെ ഭാഗമായിട്ട് അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആവുകയും ചെയ്തു. കാരണം വ്യവസായശാലകളൊക്കെ പൂട്ടിയിട്ട് അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ഗ്യാസുകളുടെ ചെല്ലൽ അവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഇത് ക്ലോസ് ആവാനുള്ളൊരു കാരണം. അപ്പം നമ്മൾ ഈ ഓസോൺ ഡേയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മൾ ഇനി വിദ്യാർത്ഥികളായ നിങ്ങളാണ് നാളത്തെ സമൂഹത്തിന്റെ വാഗ്ദാനം. അപ്പം നിങ്ങളുടെ പ്രവർത്തികളായിരിക്കും ഇനി നാളെ എങ്ങനെയായിരിക്കും ലോകം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ എല്ലാവരും ഉൾക്കൊള്ളണം, ഇതുപോലെ പരിസ്ഥിതിക്ക് ദോഷകരമായ പ്രവർത്തികളിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല. ഏർപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അതിന് മറുവശം കാണണം ആദ്യം. അതുകൊണ്ട് എന്താണ് ദോഷം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ വളരെയധികം മനസ്സിലാക്കിയിട്ട് വേണം അങ്ങനെയുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാനായിട്ട്. അപ്പോൾ അത് ആണ് ഓസോൺ ഡേയുടെ പ്രാധാന്യം. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഓരോ തീം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ 2020 ഓസോൺ ഡേയുടെ തീം എന്ന് പറയുന്നത് ഓസോൺ ഫോർ ലൈഫ് എന്നാണ്. അതായത് ഓസോൺ നമ്മുടെ ജീവിതത്തിന്. അത്രയാണ് ഈ ഓസോൺ ഡേ അല്ലെങ്കിൽ ഓസോണിനെ പറ്റി പറയാനുള്ളത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് അയച്ചു തന്നിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം പറയുന്നത്, ഈസ് ഇറ്റ് ഹാംഫുൾ ടു ഹ്യൂമൻ, അതായത് മനുഷ്യന് ഇത് ദോഷമുള്ളതാണ്. ഓസോൺ എന്നത് നമുക്ക് ദോഷം ചെയ്യുന്ന, അതായത് നമ്മൾ ശ്വസിച്ചാലോ നമുക്ക് നേരിട്ട് ഇടപഴകിയാലോ ദോഷം ഉണ്ടാക്കുന്ന ഒരു ഗ്യാസാണ്. ഓക്സിജൻ പോലെ നമുക്ക് ശ്വസിച്ച് കൊണ്ടുനടക്കാവുന്നതല്ല, വളരെ ദോഷമുള്ളതാണ്. ഓസോൺ അതിന്റെ സ്ഥലത്താണ് വേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെയൊക്കെ ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവും. ഓസോൺ ഈ പറയുന്ന 15 കിലോമീറ്റർ ഹൈറ്റിലാണ്. 15 കിലോമീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് 15 മുതൽ 40 കിലോമീറ്റർ വരെ ഉള്ള ഹൈറ്റിൽ ഉള്ള ഭാഗത്താണ് ഓസോൺ കൂടുതലുള്ളത്. അപ്പോൾ നമുക്കത് ഓസോൺ ഗുണം ഉള്ള അതായത് നമുക്ക് ഹാംഫുൾ ആണ്, നമുക്ക് ദോഷം ചെയ്യുന്നതാണ്. നമുക്ക് നേരിട്ട് ശ്വസിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ മിനറൽ വാട്ടറൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാം ഓസോണൈസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് തരുന്നത്. അതായത് അടുക്കളയൊക്കെ നശിപ്പിച്ച് കളയും. നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റാണ്. പിന്നെ ഓസോൺ ഭൂമിയിലേക്ക് താഴേക്ക് ഇറങ്ങി വരും. അതും അങ്ങനെ ഒരു സാധ്യതയില്ല. അത് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളുടെ ഇവിടുത്തെ ഓസോണിന്റെ അളവ് കൂടണം, അതിന് സാധ്യതയില്ല. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഓസോൺ ഡേ, അതിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ റീസൺ ഫോർ ഓസോൺ ക്ലോഷർ, ഓസോണിന്റെ പാളി അടയാനുള്ള കാരണം, വിള്ളൽ അടയാനുണ്ടായ കാരണം, അതും ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു. പിന്നെ എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ഇൻസൈഡ് ഓസോൺ ലെയർ, ഓസോൺ ലെയറിന്റെ അകത്ത് ഗ്രാവിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ,
അത് ഇല്ല, അങ്ങനെയില്ല. ഓസോൺ ലെയറിന്റെ അകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ഗ്രാവിറ്റിക്ക് മാറ്റം ഒന്നും ഇല്ല, സാധാരണ പോലെ തന്നെയാണ്. പിന്നെ കളർ ഓഫ് ഓസോൺ ലെയർ, കളർ എന്ന് പറയുന്നത് ഓസോൺ എന്ന് പറയുന്നതിന് ഒരു ബ്ലൂ കളറാണ്. നമ്മളിപ്പോൾ ആകാശത്തിന്റെ നിറമായി പറയുന്ന ബ്ലൂ തന്നെയാണ് ഓസോണിന്റെ കളർ. പിന്നെ ഫോർമേഷൻ, ഓസോൺ എങ്ങനെ ഉണ്ടാവുന്നു? ഓസോൺ ഉണ്ടാകുന്നത് ഓക്സിജൻ മോളിക്യൂൾ, ഞാൻ പറഞ്ഞു, ഓക്സിജൻ എന്ന് പറയുന്ന തന്മാത്രയിലേക്ക് ഉയർന്ന ഊർജ്ജത്തിലുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ വീഴുമ്പോൾ അതിൽ ആ ഓക്സിജൻ 2 ഓക്സിജൻ ആറ്റമായിട്ട് വിഘടിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞ ഓക്സിജൻ തന്മാത്ര O2 എന്ന് പറയുന്നത് 2 ഓക്സിജൻ ആറ്റമായിട്ട് വിഘടിക്കുന്നു. അതിനെ പറയുന്ന ഓക്സിജൻ റാഡിക്കൽ എന്ന് പറയും. അത് ആ ഓക്സിജനാണ് മറ്റൊരു ഓക്സിജൻ തന്മാത്രയിൽ പോയി റിയാക്ട് ചെയ്തിട്ടാണ് ഓസോണായിട്ട് മാറുന്നത്. ഇത് ഒരു പ്രതീകാത്മക ചിത്രീകരണമാണ്. ഇതിന്റെ ആശയം രചനയും നമ്മുടെ സ്കൂളിലെ ശാസ്ത്ര അധ്യാപിക ഹാപ്പി ടീച്ചറുടേതാണ്. ഭൂമിയായി 9E ഗായത്രി മനോജും സൂര്യനായി 9E അരുണിമ യുഎസും ഐക്യരാഷ്ട്ര ആരുമില്ലേ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? ഇതാ ഞാൻ നശിച്ചു തുടങ്ങിയിരിക്കുന്നു. മാരകമായ അൾട്രാവയലറ്റ് വികിരണങ്ങൾ എൻ്റെ ദേഹത്തിൽ മുൻപില്ലാത്ത വിധം അതിശക്തമായി പതിക്കുന്നു. എൻ്റെ മക്കൾ ഇതാ ചൂട് സഹിക്കാനാവാതെ തളർന്നു വീഴുന്നു. എന്നെ പൊതിഞ്ഞു നിന്നിരുന്ന എൻ്റെ പൊന്നോമനകളായ തരുലതാദികൾ വാടിത്തളർന്നിരിക്കുന്നു. ഇനിയും എനിക്ക് നിലവിളിക്കാതിരിക്കാനാവില്ല. ഭൂമിയിലെ സകല ജീവജാലങ്ങളും എന്നിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന കാര്യം മറന്നുപോയി. നന്ദിയില്ലാത്തവർ. കുറെ നാളുകളായി ഭൂമിയുടെ ഈ നിലവിളി എന്റെ ചെവിയിൽ എത്തുന്നു. എന്തൊരു ശല്യമാണിത്! ഉപകാരം ചെയ്യാനും പാടില്ലെന്നാണോ? എന്നിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് വികിരണങ്ങളാണ് അവരെ നശിപ്പിക്കുന്നത് എന്നാണ് പുതിയ ആരോപണം. സ്വന്തം മക്കളിൻ കഴിവ് കൂടിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തന്നെ തലയിലേറ്റി നടന്ന മനുഷ്യർ തന്നെയാണ് ഇതിന് കാരണം എന്ന് മനസ്സിലാക്കാഞ്ഞിട്ടാണോ? അതോ മനസ്സിലാക്കിയിട്ടും അവരെ നിലയ്ക്ക് നിർത്താൻ അവിടെ ആരും ഇല്ലാഞ്ഞിട്ടാണോ? ഞങ്ങളുണ്ട്. ശാസ്ത്രത്തെ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, വളരെ പെട്ടെന്ന് തന്നെ വളർന്നു പന്തലിച്ച വ്യവസായ വിപ്ലവങ്ങൾ, ഞങ്ങളുടെ തെറ്റുകൾക്ക് ഞങ്ങൾ തന്നെ പരിഹാരം കാണും. ആധുനികതയുടെ പേരിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളിൽ നിന്നും ഇന്ന് പുറത്തു വരുന്നത് ഭൂമിയുടെ സംരക്ഷണമായ ഓസോൺ പാളിയെ തകർക്കുന്ന CFC, HCFC, HBFC തുടങ്ങിയ വാതകങ്ങളാണ് എന്ന കാര്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതിനെതിരെ ഞങ്ങൾ പോരാടും. ഓസോൺ പാളിയെ ഞങ്ങൾ സംരക്ഷിക്കും. യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്നെ രക്ഷിക്കുവാൻ ആളുകൾ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് ആശ്വസിക്കാം. കുറെ വർഷങ്ങളായി ഞാൻ പേടിച്ചു കഴിയുകയായിരുന്നു. ഇനി ഞാൻ സുഖം പ്രാപിക്കും. പിന്നെ ഭൂമിയും. ഐക്യരാഷ്ട്രസഭയുടെ എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ കീഴിൽ 197 രാജ്യങ്ങൾ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങുകയും ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന 100ഓളം രാസവസ്തുക്കളുടെ ഉൽപാദനം നിരോധിക്കുന്ന മോൺട്രിയൽ കരാറിൽ ഒപ്പുവെക്കുകയും ഒത്തുപ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഓസോൺ പാളി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ് എന്ന ശുഭവാർത്ത നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ഈ ദിനത്തോടനുബന്ധിച്ച് കൊളാഷ് മത്സരം, പ്ലക്കാർഡ് മത്സരം, ക്വിസ് കോമ്പറ്റീഷൻ എന്നിവ ശാസ്ത്ര അധ്യാപകരായ നീന ടീച്ചർ, റാൻസി ടീച്ചറുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. കൊളാഷ്, പ്ലക്കാർഡുകൾ എന്നിവയുടെ പ്രദർശനമാണ് അടുത്തത്.
ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് രസതന്ത്ര അധ്യാപിക റീന ടീച്ചർ നമ്മളോട് പറയുന്നത് ഇനി നമുക്ക് കേൾക്കാം. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, സഹപ്രവർത്തകരെ, അങ്ങനെ ഭൂമിയുടെ സംരക്ഷണത്തിനായി നമുക്ക് കൈകോർക്കാം. നന്ദി. ഓസോൺ ദിന പരിപാടികൾ ഇവിടെ അവസാനിക്കുന്നു. ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച ശാസ്ത്ര അധ്യാപകർ, ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ HM ജോൺ മാസ്റ്റർ, വീഡിയോ എഡിറ്റിംഗ് നിർവഹിച്ച ഹെൻസി മാസ്റ്റർ, ബ്രിനറ്റ് ടീച്ചർ, ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.